ബഞ്ചിയാണ്, ബഞ്ചി ജമ്പിങ് ആണല്ലോ നമ്മൾ മിനി ബഞ്ചിങ്. മിനി ബഞ്ചി ആണ്, മിനി ബഞ്ചി. പേരെന്നെ പഠിക്കാൻ കുറച്ച് കഷ്ടപ്പാടാ. ഫ്രീ ഫാൾ എന്നാണ് ഇതിന്റെ പേര്. ബഞ്ചി ജമ്പിങ് ഇതേപോലെ തന്നെയാണ്, പക്ഷെ അതിന്റെ അത്ര ഒരു എന്താ പറയാ ഒരു ഹൈറ്റോ അതൊന്നും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ അതേ ഫീൽ തന്നെയാണ് ഇതിന് കിട്ടുന്നത്. പിന്നെ ഒരു ഇതിന്റെ ഒരു കോഡ് ഉണ്ട്, ആ കോഡിന്റെ അത്രയും തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ഫാള് കിട്ടും, ഫ്രീ ഫാള് കിട്ടും. ഇതൊക്കെ എന്താ പറയാ ചെയ്യാനേ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ വരുമ്പോ ആളുകൾക്ക് എന്തായാലും ഇതൊക്കെ ചെയ്യുമ്പോ ആദ്യം ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ ചാടുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവോ? ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അത് നമ്മള് എന്താ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ഇറങ്ങുന്ന ഒരു പെട്ടെന്നുള്ള ഒരു ഇറക്കത്തിൽ നമുക്ക് മനസ്സിലൊരു ഒരു ഫീലിംഗ് ആയിരില്ലേ, അതേപോലെയാണ് ഉണ്ടാവുക. ഒരു നല്ല രസമായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. അപ്പോ ഇത് ലേഡീസിനും ചെയ്യാലോ, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ധൈര്യം മാത്രം മതി. ഇവിടെ ഇതേപോലെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ എന്താ ചെയ്യുന്നത്? നമ്മള് ഈ എക്യുപ്മെന്റുമായിട്ട് അതിന്റെ കോഡ് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെപ്പോഴും ഇങ്ങനെ തൂക്കിയിടില്ല, അതില് വെയിൽ കൊള്ളുന്നതുകൊണ്ടായത്. കാണും എന്നെ പേടിയാണ്. കൂടെ പോയി ഞാൻ ചാടണം അല്ലേ? അവിടെ താഴില്ല. റെഡി റെഡി. ഒരു ഫ്ലോ അങ്ങോട്ട് കളഞ്ഞു. അപ്പൊ നമ്മളിതാ ചാടാൻ പോവുകയാണ്. അടിപൊളി. പിടിച്ചോ. അപ്പൊ ഞാൻ സിപ്പ് ലൈനിന് പോവാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ഒരു അഡ്വഞ്ചർ സംഭവങ്ങളും ചെയ്തില്ലെങ്കിൽ മോശമല്ലേ? ഇത് പക്ഷെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നല്ല വെയിലാണ്. അതുകൊണ്ട് എന്താവും അവസ്ഥ എന്ന് പറഞ്ഞോളൂ. പറ്റില്ലേ? അവിടെ പോണേ. ഓക്കെ. അടിപൊളിട്ടോ. വിചാരിച്ച കുഴപ്പമില്ല. മറ്റത് ഇങ്ങനെ കിടന്നിട്ടായിരുന്നു, ഇതാകുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആണ്. നോക്കട്ടെ. ഓ ഇത് ഭയങ്കര പണിയാണല്ലോ. അപ്പൊ ഇത് സാധാരണ ഇപ്പൊ ഇങ്ങനെയാ എടുക്കുക? ഇങ്ങനെയല്ല ഇറക്കാം. അവിടെ ഒരു ഷീറ്റൊക്കെ വരണം. കാര്യങ്ങൾ വന്നിട്ടില്ല. അതൊക്കെ അതിന് ഒരുപാട് ലോഡ് കൊടുക്കണ്ട. എന്നിട്ട് മുകളിൽ കമ്പി കൊടുക്കും. എല്ലാം താഴെ ഇനി ഇവിടുന്ന് ഇതേപോലെ അങ്ങോട്ട് പോകാൻ പറ്റും.
ഇത് താഴെ ഇടരുത്. അടിപൊളി കേട്ടോ, നല്ല എക്സ്പീരിയൻസ്. ഇത് എന്തായാലും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. എന്തായാലും നല്ല രസമുണ്ട്. താങ്ക് യു. നല്ല രസമുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ അത് ഒരിക്കൽ കൂടി പറയണല്ലോ അവർ ചെയ്യണേ. അയ്യോ എന്ത് രസമാണ്. മുളങ്കാറ്റ് വീശി അങ്ങനെ ഒരു പാട്ടില്ലേ? നല്ല രസം കേട്ടോ. കുറെ നേരം അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്ന് ഇവിടെ അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോ വല്ലാത്തൊരു സുഖം. പിന്നെ നല്ല കാറ്റും. വെയിലേ ഒരു 1.5 വെയിലാണ്. അപ്പൊ എന്തായാലും ഓരോ ആക്ടിവിറ്റികളും ചെയ്തതിന്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. ഇനി ഇതെന്താ സംഭവം എന്നറിയോ? ഇത് ഇവിടുന്ന് കളഞ്ഞു കിട്ടിയൊരു സാധനമാണ്. മുള്ളം പന്നിയുടെ മുള്ളാണിത്. അപ്പോ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. പുതിയ ഈ ഒരു എന്താ പറയുക, ഇവിടുത്തെ കുറേ അധികം ആഡ് ചെയ്തിട്ടുള്ള കുറേ റൈഡും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു സ്പോട്ടാണ്. ഓൾറെഡി നിങ്ങൾ ഇവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ബ്ലോഗ് തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.